വേനൽ കടുത്തതോടെ ഉത്തരേന്ത്യയിൽ ജലക്ഷാമവും രൂക്ഷമായി. യമുനയിൽ ജലനിരപ്പ് താഴ്ന്നതും ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പോരായ്മകളും കാരണം രാജ്യതലസ്ഥാനത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുകയാണ്. അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ജലക്ഷാമം മൂലമുള്ള പഴികളിൽ നിന്ന് ഒളിച്ചോടാനാണ് ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി സർക്കാരിന്റെ ശ്രമം. സമീപകാലത്തെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വേനലാണ് ഉത്തരേന്ത്യയിലാകെ അനുഭവപ്പെടുന്നത്. 50 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത് താപനില വർദ്ധിച്ചതോടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ വരൾച്ചയും പിടിമുറുക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രധാന ജലസ്രോതസ്സായ യമുന നദിയെ വരൾച്ച കാര്യമായി ബാധിച്ചു. ഇതുമൂലം ഹരിയാനയിലും ഡൽഹിയിലും ഉത്തർപ്രദേശിലും ജലക്ഷാമം രൂക്ഷമായി. രാജ്യതലസ്ഥാനത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുകയാണ്. കടുത്ത ചൂടിൽ ശരീരം നനയ്ക്കാൻ പോലും തുള്ളി വെള്ളം ലഭിക്കാത്ത അവസ്ഥ. രാവിലെയും വൈകിട്ടും കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന പൈപ്പ് വെള്ളം ലഭിക്കാതെയായി. യമുനയിലെ ജലനിരപ്പ് താഴ്ന്നത് മാത്രമല്ല, ഡൽഹിയിലെ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞതും ജലക്ഷാമത്തിന് കാരണമായി. യഥാസമയം പ്ലാന്റുകളുടെ നവീകരണം നടത്താത്ത ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ നടപടികളെ കടുത്ത ഭാഷയിലാണ് BJP വിമർശിക്കുന്നത്. അതേസമയം ഹരിയാനയിലെ BJP സർക്കാർ യമുനയിലെ വെള്ളം തടഞ്ഞുവെക്കുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ആക്ഷേപം. ജനം, ഡൽഹി.